മൊബൈൽ ഫോൺ എടുത്തിട്ട് എത്ര പെൺകുട്ടികളാ, എത്ര സഹോദരിമാരാ, എത്ര ചെറുപ്പക്കാരാ രാത്രിയുടെ ഇരുളകളിൽ ചെന്നാൽ, പഴയ കാലങ്ങളിലൊക്കെ വീടിന്റെ വാതിലുകൾ അടച്ചാൽ രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ കരുതിയത്. ഉമ്മ ചോദിക്കും, മോളെ വാതിലടച്ചു. ഉമ്മാന്റെ കൽബിൽ സന്തോഷായി, ഉപ്പാന്റെ കൽബിൽ സന്തോഷായി. ഇപ്പോ വാതിലുകൾ അടക്കുന്തോറും പുതിയ ലോകങ്ങൾ തുറക്കപ്പെടുകയാണ്. ഓരോ വാതിലുകൾ അടക്കുന്തോറും പുതിയ ലോകം തുറക്കപ്പെടുകയാണ്. ആ പെൺകുട്ടി ആരുമായിട്ടാണ്, ഏത് ലോകത്താണ് അവൾ ഉള്ളത്, എന്താണ് അവളുടെ ഹോബി, എന്താണ് അവളുടെ ഇഷ്ടം, എന്താണ് അവള് കാണുന്നത്? പൊന്നുപെങ്ങളെ, ചെറുപ്പക്കാരാ, പറയാനും ഉപദേശിക്കാനും ആരുമില്ല എന്ന് വിചാരിച്ചോ? ഇതൊന്നും കാണുന്ന ആരുമില്ല എന്ന് വിചാരിച്ചോ? ഇരുട്ടറകളിൽ ഇരുന്നിട്ട് വൃത്തികേട് കാണാൻ നല്ല രസമുണ്ടാകും, കണ്ണിന് നല്ല കാഴ്ചയായിരിക്കും, മനസ്സിന് നല്ല സന്തോഷമുണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ എത്ര കാലമാണ് ഈ ഹറാമ് ചെയ്യുക? ഹറാമിനോട് ഒരു വെറുപ്പ് വേണ്ടേ? ഹറാമിനോട് ഒരു വെറുപ്പ് വേണ്ടേ? ഓരോ ഹറാമുകൾ ചെയ്യുമ്പോഴും ഹൃദയാന്തരങ്ങളിൽ കറുത്ത പുള്ളികൾ വീഴുകയാണ്. ജനിക്കുന്ന സമയത്ത് നല്ല വെളുത്ത ഹൃദയമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓരോ തെറ്റുകൾ ചെയ്യും തോറും ഹൃദയാന്തരങ്ങളിൽ ഒരു കറുത്ത പുള്ളി വീഴും. 100 തെറ്റ് ചെയ്താൽ 100 പുള്ളി വീഴും. 1000 തെറ്റ് ചെയ്താൽ 1000 കറുത്ത പുള്ളികൾ വീഴും. 10,000-കണക്കിന് തെറ്റുകൾ ചെയ്താൽ 10,000-കണക്കിന് കറുത്ത പുള്ളികൾ വീഴും. എന്നിട്ടോ കറുത്ത ഖൽബായി മാറും. പിന്നെ കറുത്ത പുള്ളി വീഴാൻ സ്ഥലമില്ല, എല്ലാം വീണ് കറുത്ത ഹൃദയമായി മാറി. പിന്നെ വീണ പുള്ളിയുടെ മുകളിലേക്ക് പിന്നെയും വീഴും. അങ്ങനെ അതിന്റെ മുകളിലേക്ക് പിന്നെയും വീഴും. അങ്ങനെ കറുത്ത കൽബുകളായി നമ്മുടെ കൽബ് മാറിയിട്ടുണ്ടാവൂലേ? പേടിയില്ലേ പെങ്ങളെ? പേടിയില്ലേ ഉമ്മ? പേടിയില്ലേ ചെറുപ്പക്കാരികളെ? പേടിയില്ലേ ചെറുപ്പക്കാരാ ഉപ്പമാരെ? എന്റെ സ്വന്തം ശരീരത്തോടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. കൽബിന്റെ എല്ലാ പാപങ്ങളും കഴുകി അല്ലാഹു നല്ല വെളുത്ത കൽബുകളാക്കി അല്ലാഹു നമ്മുടെ കൽബുകളെ മാറ്റി തരട്ടെ. അതിന് നല്ല അധ്വാനം വേണം. ഈ സിനിമയും ഈ സീരിയലും ഈ വൃത്തികേടുകളും എത്ര കാലം ചെയ്യാ? ഇതിനൊരു പരിധിയില്ലേ? എത്ര കാലമായി ഹറാമ് കാണുക? എത്ര കാലമായി ഹറാമ് കണ്ട് ആസ്വദിക്കുക? അതിനൊരു വെറുപ്പ് നമുക്ക് വേണ്ടേ? കൽബിന്റെ ഹൃദയാന്തരങ്ങളിൽ ഒരു വെറുപ്പ് ഹറാമിനോട് നമുക്ക് വേണ്ടേ? അങ്ങനെ ഒരു വെറുപ്പ് നമ്മുടെ കൽബിൽ വേണം. ഹറാമിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. ഈ മജ്‌ലിസ് അതിനു വേണ്ടിയുള്ളതാണ്. ഹൃദയം മദീനയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. മദീനയുമായി അഭേദ്യമായ ബന്ധമുണ്ടാക്കാൻ വേണ്ടിയാണ് മദീനയുടെ പേരിട്ടുകൊണ്ട് മദനീയം എന്നൊരു പരിപാടി നമ്മൾ ആരംഭിച്ചത്. അൽഹംദുലില്ലാഹ് 3 വർഷത്തിന്റെ മുകളിലായി 4ാം വാർഷികത്തോടടുക്കുകയാണ്. ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ 111ഓളം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളായ അഹ്ലു ബൈത്തിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വീട് നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞു. 313ആണ് നമ്മുടെ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണം. എല്ലാവർക്കും നീ ഖൈർ ചൊരിയണേ അല്ലാഹ്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണേ റബ്ബേ. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്.